മേ ഐ കം ഇൻ ഡോക്ടർ? ആ രാജു വരൂ, ഇരിക്കൂ. എന്ത് തീരുമാനം എടുത്തു? ഡോക്ടർ, വർമ്മ സാർ എന്റെ ലോക്കൽ ഗാർഡിയനോ എന്റെ ഫാദറിലെയോ മാത്രമല്ല, എന്റെ ദൈവമാണ്. ദൈവങ്ങൾക്ക് വരെ മരണമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ ഈ ദൈവത്തിന് ഉടനെ ഒന്നും മരണമില്ല. അദ്ദേഹം ഒരു കുഴപ്പം കൂടാതെ തിരിച്ചു വരുമെന്ന് എനിക്ക് 100% വിശ്വാസം ഉള്ളതുകൊണ്ട് ഓപ്പറേഷനോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഈ സമ്മതപത്രത്തിൽ ഞാൻ സൈൻ ചെയ്തു തരാം. വെരി ഗുഡ് രാജു. ഈ ആത്മവിശ്വാസമാണ് നമ്മുടെ വിജയം. നമ്മൾ എന്ത് വിചാരിക്കുന്നോ അതേ സംഭവിക്കും. ഓപ്പറേഷൻ നടത്തുന്നത് ഞാനാണ്. എനിക്കുള്ള കോൺഫിഡൻസ് രാജു എന്റെ മനസ്സിലേക്ക് പകർന്നു കഴിഞ്ഞു. ദ ഓപ്പറേഷൻ വിൽ ബി സക്സസ്ഫുൾ. താങ്ക് യു ഡോക്ടർ. മനസ്സിലേക്ക് എന്ത് പ്രകാശമാണ് വന്നു കയറിയതെന്നോ? ബഷീറിൻ സ്റ്റൈലിൽ പറഞ്ഞാൽ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം. സിസ്റ്ററെ, വർമ്മസാറിന്റെ ഓപ്പറേഷനുള്ള സമ്മതപത്രം ഒപ്പിട്ട് വാങ്ങിച്ചോളൂ. ശരി ഡോക്ടർ, വന്നോളൂ. താങ്ക് യു ഡോക്ടർ. അമ്മേ ദേവി, എന്റെ പ്രതാപേട്ടനെ കാത്തോളണേ. മോളെന്തിനാ ഇങ്ങോട്ട് വന്നേ? റൂമിൽ ഇരുന്നാ പോരായിരുന്നോ? കുഴപ്പമില്ല ചെറിയ. ഡോക്ടർ, എന്താ രാജു? വർമ്മ സാറിന് എങ്ങനെയുണ്ട്? രാജുവിന്റെ കോൺഫിഡൻസ് ഒക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഞങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും വർമ്മ സാറിന്റെ ജീവന് എനിക്ക് ഉറപ്പു തരാൻ പറ്റില്ല രാജു. പിന്നെ എന്തിനും അതീതമായ ഒരു ദൈവഹിതം ഉണ്ടല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ രാജു. അമ്മയോ? ഓപ്പറേഷൻ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ അമ്മേ. ഓപ്പറേഷൻ സക്സസ്. സാറിന് ഒരു കുഴപ്പമില്ല. നീ എന്നെ സമാധാനിപ്പിക്കാൻ പാടുപെടണ്ട രാജു. ഡോക്ടർ പറയുന്നതൊക്കെ ഞാൻ കേട്ടു.
ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ലെന്നല്ലേ അച്ഛാ പറഞ്ഞത്? അങ്ങനെ അറിയാൻ കഴിഞ്ഞത്. വേണുട്ടാ, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോണ്ടേ? ഓളെ വർമ്മ സാറിനെ നേരി ചെന്ന് കാണേണ്ടതല്ലേ? അവിടെയൊക്കെ പോലീസും ബഹളമല്ലേടി. പിന്നെ അവിടെ വിസിറ്റേഴ്സിന്റെ തിരക്കും കാണും. എടി, നീ അവനൊന്ന് വിളിച്ചു ചോദിച്ചേ, അവനെന്താ പറയണെന്ന് അറിയാലോ. ആ അമ്മേ, മോനെ, വർമ്മ സാറിന് എങ്ങനെയുണ്ടടാ? ഇപ്പോ കുഴപ്പമൊന്നുമില്ല അമ്മേ. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരട്ടെ മോനെ? എന്തിന്? നിങ്ങൾ ആരും ഇങ്ങോട്ട് വരണ്ട. അതിനും തക്ക കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. മോനെ, എന്നാലും ഋതുവിനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ശരി മോനെ. എന്തു പറഞ്ഞടി? ഋതുമോൾക്ക് ഇന്ന് ഡിസ്ചാർജാ. വർമ്മ സാറിനെ കാണാൻ ചെല്ലുണ്ടെങ്കിൽ അവൻ പറയാന്ന്.